നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോർച്ചുഗലിൻ്റെ അടുത്ത കളി നാളെയാണ്. എതിരാളികൾ സ്ലൊവേനിയയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 കളി ആരംഭിക്കുക. സ്ലൊവേനിയയിലാണ് കളി. സ്ലൊവേനിയ വേഴ്സസ് പോർച്ചുഗൽ. കഴിഞ്ഞ കളി ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വീഡനെതിരെ അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ലൊവേനിയക്കെതിരെയുള്ള മത്സരത്തിനായിട്ട് സ്ക്വാഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുണ്ട്. ക്രിസ്ത്യാനോയെ നേരിടുന്നതിനെക്കുറിച്ച് ആഡം സെറിൻ, അതായത് സ്ലൊവേനിയയുടെ താരം, പറയുന്ന വാക്കുകൾ നോക്കുക. തീർച്ചയായിട്ടും അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങൾക്കെതിരെ കളിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അദ്ദേഹം ഞാൻ ടി വിയിൽ ഒരുപാട് കണ്ടിട്ടുള്ള, എൻ്റെ കുഞ്ഞുനാളിൽ ഒരുപാട് കണ്ടിട്ടുള്ള, ടി വിയിൽ കണ്ടിട്ടുള്ള ഒരു താരമാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു വലിയ പാർട്ടായി ക്രിസ്ത്യാനോ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞുനാളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ ഓണർ തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ പറ്റുക, അദ്ദേഹത്തോടൊപ്പം കളിക്കളത്തിൽ ഇറങ്ങുക എന്നുള്ളതൊക്കെ വലിയ ഒരു ഓണർ തന്നെയാണ്. എന്തായാലും ഞങ്ങൾ വളരെയധികം ആകാംക്ഷയോടുകൂടി പോർച്ചുഗലിനെതിരെയുള്ള മത്സരത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് ആഡം സെറിൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇതാണിപ്പോൾ മിക്ക ടീമുകളിലെയും താരങ്ങൾ പോർച്ചുഗലിനെ നേരിടും മുമ്പ്, അല്ലെങ്കിൽ അൽ നസറിനെ നേരിടും മുമ്പ് പറയുന്നത്. ക്രിസ്ത്യാനോ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ വളരെ ആവേശത്തോടു കൂടി നോക്കി നിന്നിട്ടുള്ളൊരു കളിക്കാരനാണ്. ആ താരവുമായിട്ട് ഒന്ന് കണ്ടുമുട്ടാനും ആ താരത്തോടൊപ്പം കളിക്കളത്തിൽ ഇറങ്ങാനും ലഭിക്കുന്ന മുഹൂർത്തങ്ങളുണ്ടല്ലോ, അത് സ്പെഷ്യലാണ് എന്ന് തന്നെ എതിർ താരങ്ങൾ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.